ഈ മരുഭൂമിയിൽ ക്രിസ്മസ് ഓർക്കുവാനും ആഘോഷിക്കുവാനും ദൈവം നമ്മുടെ ജീവിതത്തിൽ ആ മഹാഭാഗ്യത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം കരയറ്റും. നമുക്കൊരു വചനം ഭാഗം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 10-ഉം 11-ഉം വാക്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 10-ഉം 11-ഉം. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ അടികൾ തലകളെ വണക്കുന്നു. കർത്താവെ, ക്രിസ്മസിന്റെ അർത്ഥവും ആഴവും ഗ്രഹിപ്പാൻ ഹൃദയങ്ങളെ ഒരുക്കണമേ. കർത്താവെ, അരളിച്ചണമേ, അടിയെ കേൾക്കാം. കർത്താവെ, ഈ ക്രിസ്മസ് ആഘോഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതുക്കമായി, ഒരു പുതിയ അനുഭവമാക്കി തീർക്കണമേ. പുതിയ വർഷത്തിലേക്ക് ഞങ്ങൾ കടക്കുമ്പോൾ കർത്താവെ, അങ്ങയോട് ചേർന്നുകൊണ്ട് കടക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഈ വർഷത്തിന്റെ അവസാനം വരെ ഞങ്ങളെ കാത്തു പരിപാലിച്ചുവല്ലോ, അവിടുത്തെ കൃപയിൽ നിർത്തിയല്ലോ. കർത്താവെ, നന്ദി, സ്തോത്രം. ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നിന്ന് നന്ദി, സ്തോത്രം, സ്തുതി അർപ്പിക്കുന്നു. സ്വീകരിക്കണമേ, കടന്നു വന്ന് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. വചനത്തെ അനുഗ്രഹിച്ച് വിളമ്പിൽ തന്നാട്ട് ഞങ്ങളെ നിറച്ചു പറഞ്ഞയച്ചാട്ട് യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. 2000 വർഷങ്ങൾക്ക് മുൻപ് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നു. കർത്താവ് വന്ന് ലോക ചരിത്രത്തെ 2ആയി വിഭജിച്ചു. കർത്താവ് ഇനി ഒരു പ്രാവശ്യം കൂടെ വരുവാനിരിക്കുന്നു. ലോക ചരിത്രത്തെ അല്ല, ലോകത്തിലെ മനുഷ്യരെ 2ആയിട്ട് വിഭജിക്കാനായിട്ട് പോകുന്നു. കർത്താവിനോട് കൂടെ നിൽക്കുന്നവരും കർത്താവിനെ കൂടാതെയുള്ളവരും എന്ന്. നമുക്കിത് നമ്മോട് തന്നെ ചോദിക്കാം, കർത്താവ് 2ാമത് വരുമ്പോൾ ഞാൻ എവിടെയായിരിക്കും? ഏത് ഭാഗത്തായിരിക്കും എന്റെ സ്ഥാനം? കർത്താവ് യേശു ക്രിസ്തു പലസ്തീൻ നാട് വിട്ട് എങ്ങും സഞ്ചരിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് അവന് വേണ്ടി സഞ്ചരിക്കുവാൻ ലോകത്തിലെമ്പാടും അനേകായിരം മനുഷ്യർ അവന് വേണ്ടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവ് ഒരു പുസ്തകം എഴുതിയിട്ടില്ല. ഇന്ന് കർത്താവിനെ പറ്റി എഴുതിയ പുസ്തകങ്ങള് വേറെ ആരെ പറ്റി എഴുതിയിട്ടില്ല. കർത്താവ് ഒരു പാട്ടും എഴുതാൻ നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ കർത്താവിനെ പറ്റി എഴുതിയ പാട്ടുകൾ എത്രയായിരിക്കണം. ഇത്ര മഹാനായ ഒരു കർത്താവിനെ വാസ്തവമായിട്ട് ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യമുണ്ടായി. നമ്മൾ അനേക ക്രിസ്മസ് ആഘോഷിച്ചവരാണല്ലോ. നമ്മുടെ ജന്മം ഇന്ന് വരെ അനേക ക്രിസ്മസ് ആഘോഷിച്ചു. എന്നാൽ ഇത്രമാത്രം ലോകമെമ്പാടും ആചരിക്കുന്ന ഒരു ബർത്ത്ഡേ വേറെ ഇല്ല. എന്താണ് ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യേകത? ഈ സ്റ്റാൻഡ്സ് യുണീക്ക്. മറ്റെല്ലാവരിൽ നിന്നും അവർ വ്യത്യസ്തനായിട്ട് നിൽക്കുന്നു. ഈ കർത്താവിന്റെ ജനനത്തെ പറ്റി ഏതാനും ചെറിയ കാര്യങ്ങൾ ഇന്ന് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും സാധാരണ ക്രിസ്മസിനെ പറ്റി ആഘോഷിക്കുമ്പോൾ, അതേപറ്റി ചിന്തിക്കുമ്പോൾ ബേത്ലഹേമിൽ നിന്നാണ് ചിന്ത ആരംഭിക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ നസ്രത്തിൽ നിന്നാണ് ആരംഭിച്ചത്. നസ്രത്തിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു സഹോദരി, ഇതാ അവർക്കൊരു ദൂത് ലഭിക്കുന്നു. എന്താണെന്നറിയാമോ? ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള ജോസഫ് എന്ന ഒരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു. ദൂതൻ അവരുടെ അടുക്കൽ ചെന്ന് പറഞ്ഞ വാക്ക് എന്താണെന്നറിയാമോ? കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ആക്ച്വലി വിശുദ്ധ കന്യമറിയാമിന്റെ അടുത്ത് ഗബ്രിയേൽ ദൂതൻ വഴി കൊടുത്ത് സ്വർഗം കൊടുത്ത ഈ ദൂതാണ് വാസ്തവത്തിൽ ക്രിസ്മസിന്റെ ദൂത്. വിശുദ്ധ കന്യമറിയാം എപ്രകാരം കർത്താവായ യേശുവിന്റെ ജനനത്തിനായി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തോ, അപ്രകാരം നാം കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈ ക്രിസ്മസ് ആഘോഷം ആരംഭിച്ചു കഴിഞ്ഞു. വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ എഴുതി, ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ, ഇത് നിങ്ങളുടെ അടുക്കൽ നിന്ന് എന്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ കൊള്ളായി. അപ്പൊ ക്രിസ്തു നമ്മിൽ ഉരുവാകണം. അതാണ് ക്രിസ്മസ്. ക്രിസ്തുവിന്റെ ജനനത്തിനായിട്ട് സ്വയം ഏൽപ്പിച്ചു കൊടുത്ത നമുക്കും സ്വർഗത്തിലെ ദൈവം തരാൻ പോകുന്നത് കൃപയാണ്. കൃപ, അളവറ്റ അനുഗ്രഹം. ഇവിടെ കടന്നിരിക്കുന്ന കുടുംബങ്ങളോട് ഞാൻ പറയട്ടെ, എന്താണ് നമ്മുടെ ആഗ്രഹം? ഞാൻ എന്റെ ആഗ്രഹം പണ്ടേ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം വേണം, എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ വേണം, അവർ ദൈവകൃപയിൽ വളരുന്നവരായിരിക്കണം, അവരുടെ നന്മ കണ്ട് സന്തോഷിക്കാൻ എനിക്ക് കഴിയണം. എനിക്കറിയാം എല്ലാവരും
കൊച്ചു കുഞ്ഞുങ്ങളുള്ളവരുണ്ട്, പ്രായമായ കുഞ്ഞുങ്ങളുണ്ട്, പഠിച്ചവരുണ്ട്, സ്കൂൾ കഴിഞ്ഞവരുണ്ട്. എല്ലാവരുടെയും ആഗ്രഹം എന്താണെന്നറിയാമോ? ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ കണ്ടിട്ട് നമുക്ക് കടന്നു പോകണം. അതിനൊറ്റ എളുപ്പവഴിയും ഞാൻ പറഞ്ഞുതരാം. എന്താണെന്നറിയാമോ? സഹോദരിമാരൊന്ന് മനസ്സിൽ വെച്ചാൽ മതി. ഞാൻ പച്ചയായിട്ട് പറഞ്ഞതിന്റെ കാരണം ഞാൻ പല കുടുംബങ്ങളെ വാച്ച് ചെയ്ത് എനിക്ക് ഇവിടെ ഇരിക്കുന്നവർ ഏറ്റവും കൂടുതൽ പ്രായം എനിക്കാവുള്ളൂ. 8 സാറിന് എനിക്ക് അനുഭവങ്ങളും കൂടുതൽ. ശരി, സഹോദരിക്കുന്നത് രണ്ടാമത്തെ ആളാണ്. ഞാൻ അനേക കുടുംബങ്ങളെ വാച്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഗ്രാമം മുതൽ പ്രാർത്ഥിക്കുന്ന അമ്മമാരുള്ള ഒറ്റ കുടുംബം പോലും ഓരോ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇന്ന് ഈ ക്രിസ്മസ് ആചാര്യന്മാരായിട്ട് നാം കടന്നു നമ്മൾ വിശുദ്ധ കന്യാമറിയാമിന്റെ ആ രംഗത്തേക്ക് നമ്മളൊന്ന് കടന്നു ചെല്ലുക. കന്യാമറിയാം ഒരു ദൂത് കേട്ടു. എങ്ങനെയാണ് ഈ ദൂത് സ്വീകരിച്ചത്? എങ്ങനെയാണ് മറിയം തന്നെ കർത്താവിനെ സ്വീകരിക്കാനായിട്ട് ഒരുക്കിയത്? അതുപോലെ നാം ഒരുക്കുമെങ്കിൽ നമ്മുടെ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. കൃപ ഒഴുകം കേട്ടോ. ഈ കൃപ ഒഴുകണമെങ്കിൽ ഒന്ന് മുട്ടുമേൽ താഴ്വ് വേണം. നിങ്ങളുടെ മുട്ടുമേൽ താഴ്വില്ലെങ്കിൽ അതിനുവേണ്ടി ഇന്ന് മുതൽ അധ്വാനിക്കണം കേട്ടോ. ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ കരയുവാനും പ്രാർത്ഥിക്കുവാനും സഹോദരിമാര് മനസ്സിൽ വെച്ചാൽ മതി. നിങ്ങളുടെ ഭവനങ്ങൾ നന്നാകും. ഇന്നും ഞാൻ പറയട്ടെ, അമ്മമാര് നല്ല അമ്മമാരുണ്ടെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതിന്റെ കാരണം എന്റെ മകൻ. ഇന്ന് എന്റെ കുഞ്ഞുങ്ങൾ ദൈവത്തിൽ മുന്നോട്ട് പോകുന്നുവെങ്കിൽ എന്റെ കുടുംബത്തിലുള്ള പ്രാർത്ഥനയാണ്. ഞാൻ പറയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മുട്ടിപ്പായിട്ട് കരയണം. എന്റെ കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു രംഗത്തേക്കാണ് നമ്മൾ ലോകത്തിലേക്ക് നിന്നത്. എവിടെ നോക്കിയാലും ഈ മഹാഭാഗ്യമാണ്. ഈ സൗദി അറേബ്യയിൽ നമുക്ക് വരാൻ ഭാഗ്യമായതും നമ്മുടെ കുഞ്ഞുങ്ങളിലൂടെ പഠിക്കാനും ഈ കൂട്ടായ്മയുടെ അംഗമായിരിക്കാനും ഈ കൂട്ടായ്മയിൽ കൂടെ വളരുവാനും കുഞ്ഞുങ്ങൾക്ക് ഭാഗ്യമുണ്ടായത് ദൈവത്തിന് 1000 സ്തോത്രം കയറ്റണം. അതേസമയം ഇവരുടെ ഭാവിയും ദൈവത്തിന്റെ കൃപയിൽ നിൽക്കാൻ തക്കവണ്ണം ഉള്ളത് കൊണ്ടുപോകാനായിട്ട് ഈ പ്രയോറിറ്റി സൺഡേ സ്കൂള് കൊച്ചു കുഞ്ഞുങ്ങളെ വെച്ച് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഞാൻ ഭാരപ്പെട്ട സമയം ഉണ്ടായിരുന്നു. അന്ന് എനിക്കൊന്നും ഒക്കെ ഇങ്ങനെ കൊച്ചു പ്രായമായി ഒരു ഇച്ചിരി ആവട്ടെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങും. ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയ 2ാം ക്ലാസ്സിലായപ്പോൾ മുതലാണ്. ആ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചു? നമ്മുടെ കുഞ്ഞുങ്ങള് സഭാകമ്പമില്ലാതെ തന്നെ ഒന്ന് പ്രസംഗിക്കാൻ കഴിയുന്നു. നമ്മുടെ ഒരു പല കാര്യങ്ങളും ദൈവത്തിന്റെ ദൂത് പ്രസ്താവിക്കുന്നു. ഇതിന് പിന്നിലൊക്കെ എഫേർട്ട് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് വിളിക്കുന്ന എല്ലാവരും ഒരു കാര്യം ഓർക്കണം, നമ്മുടെ കൂട്ടായ്മയുടെ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കേട്ടോ. ഈ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ കൃപയിൽ വളർത്തുവാൻ നമുക്ക് കഴിയണമെങ്കിൽ അത് ഈ ക്രിസ്മസ് അതിനുള്ള ഒരു ആരംഭമായിട്ട് തീരട്ടെ, പ്രയോറിറ്റി ആയിട്ട് തീരട്ടെ. ഒരു 8ാം ക്ലാസ് കഴിഞ്ഞാൽ ഒരു കുഞ്ഞിനെ കിട്ടത്തില്ല. ദൈവത്തിന്റെ വചനം പഠിക്കാൻ ആരെയും കിട്ടത്തില്ല. കാര്യം അതുപോലെ വിഷയായിട്ടുള്ള ഒരു കരിക്കുളമാണ് അവിടെ കുഞ്ഞുങ്ങൾക്കുള്ളത്. അവരെ കിട്ടത്തില്ല. അപ്പൊ 8ാം ക്ലാസ്സിന് മുൻപ് ദൈവത്തിന്റെ വചനം അവരെ ഹൃദിസ്ഥമാകത്തക്കവണ്ണം അവരെ അഭ്യസിപ്പിക്കാനായിട്ട് നമുക്ക് ഈ കൊച്ചു കൂട്ടായ്മയിൽ കൂടെ കഴിയണം. ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടന്നിട്ട് കാര്യമില്ല. മറിയോട് കർത്താവ്, മാർത്തയോട് കർത്താവ് പറഞ്ഞതിനാ നമ്മോടും പറയുന്നത്, മാർത്തേ നീ ആ പരദേശം വിലപിച്ചും മരം കലങ്ങിയും ഇരിക്കുന്നത് എന്തിന്? ഒന്നേ വേണ്ടു. Just one thing for our life. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്നത് ഒന്നേ ഉള്ളൂ, ഈ ദൈവത്തിന്റെ വചനം. നിങ്ങൾ പഠിക്കണം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഭവനമായിരിക്കണം ശരിക്കുള്ള സൺഡേ സ്കൂളുള്ള സ്ഥലം. ഭവനമായിരിക്കണം ശരിക്കുള്ള ആത്മീയ വിദ്യാഭ്യാസമുള്ള സ്ഥലം. അതിനുവേണ്ടി നിങ്ങൾ എന്നും അധ്വാനിക്കുന്നോ കൊച്ചു കുഞ്ഞുങ്ങളെ വിളിച്ചിരുത്തി അപ്പനെയും അമ്മയും അവരെ പഠിപ്പിക്കാനായിട്ട് അവരുമായിട്ട് സമയം ചെലവിക്കാനായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുമെങ്കിൽ നിങ്ങളുടെ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ ഒരു തടസ്സവും ഒരു പ്രശ്നവും ബാധമല്ല. എല്ലാത്തിനെയും നിറയ്ക്കുന്നവന് നിറവിൽ നിന്ന് സമൃദ്ധിയായി തരുവാൻ ഈ ദൈവത്തിന് കഴിയുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഇതാ കന്യാമറിയത്തിന് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നാം ഈ കൃപയിലേക്ക് വരുമ്പോൾ ആദ്യമായി കേൾക്കുന്ന അശ്വരൻസ് എന്താണെന്ന് അറിയാമോ? കർത്താവ് നിന്നോട് കൂടെയുണ്ട്. നമ്മുടെ കർത്താവ് ഇമ്മാനുവേലായിട്ടാണ് നമുക്ക് വെളിപ്പെട്ടിരിക്കുന്നത്. അതിന് മുമ്പ് ആരും അങ്ങനെ അറിഞ്ഞിരുന്നില്ല. വിദൂരതയിൽ എവിടെയോ ദൂരെയിരിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തെ ആരും കണ്ടിട്ടില്ല. രൂപം ഉണ്ടാക്കി ഇതെങ്ങനെ ആയിരിക്കാം ദൈവം ഇരിക്കുന്നത്? ആരാധിക്കാനായിട്ടുള്ള ഇല്ല, അതൊന്നും ആവശ്യമില്ല. ഇതാ ദൈവം നമ്മോട് കൂടെ. വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ വസിച്ചു, ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു. ഇതാണ് സുവിശേഷം. നമുക്കും കാണണ്ടേ തേജസ് നമ്മുടെ ഭവനങ്ങളില്,
നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ ജീവിതങ്ങളിൽ ഈ തേജസ് കാണാനായിട്ട് നമുക്ക് നമ്മൾ തന്നെ ഒരുക്കേണ്ടതായിട്ടുണ്ട്. വിശുദ്ധ കന്യാമറിയം കേട്ട ശബ്ദം അതാണ്, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. The Lord is with you. ആ ശബ്ദമല്ലേ കർത്താവ് അവസാനമായി നമ്മോട് പറഞ്ഞിട്ട് പോയിരിക്കുന്നത്? ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട്. ഇത് വെറുതെ വായിച്ചു വിടാനുള്ളതല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ എന്നും രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഒരു വാക്ക് ഞാൻ മറക്കില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നത്. ചെറുപ്പത്തിൽ പഠിപ്പിച്ചിട്ട് 23-ാം സങ്കീർത്തനം, 23-ാം സങ്കീർത്തനത്തിലെ എന്നെ ഏറ്റവും സ്പർശിച്ചിട്ടുള്ള വാക്യം അതാ, നീ എന്നോട് കൂടെ ഇരിക്കുന്നില്ല. എന്തിനും അങ്ങോട്ട് പോകും, ഏത് പ്രശ്നത്തെ ഹാൻഡിയായിട്ട് അങ്ങോട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിരാവിലെ മുട്ടുകുത്തി ദൈവത്തോട് പറയുക, കർത്താവേ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിക്കേണ്ട ഒരു കാര്യം എന്റെ മുമ്പിലുണ്ട്. ഇതിനെ എങ്ങനെ ഹാൻഡിയെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഒന്ന് എനിക്കറിയാം, ഓ നീ എന്നോട് കൂടെ ഇരിക്കില്ല. ദൈവത്തിന്റെ വചനം ഹൃദയങ്ങളിൽ സ്റ്റോർ ചെയ്യണം, നിറയ്ക്കണം. വാഗ്ദത്ത വചനങ്ങളെ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ നിറയ്ക്കണം. ഈ ഒരു വാക്കേ കേട്ടുള്ളൂ, ഓ കൃപ നിറഞ്ഞവളെ, കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം, ഇതാ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ഈ ശബ്ദമാണ് വാസ്തവത്തിൽ മേരി തന്റെ സ്വന്തം ജീവിതത്തിൽ സ്വീകരിച്ചത്. ഇന്ന് കർത്താവ് നമ്മോട് കൂടെയുണ്ട്, ഈ കൂട്ടായ്മയിൽ നമ്മോട് കൂടെയുണ്ട്, നമ്മുടെ ഭവനത്തിൽ കർത്താവുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളോടുകൂടെ കർത്താവുണ്ട്. അപ്പൊ പരിശുദ്ധാത്മാവിലൂടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്ന എല്ലാ വ്യക്തിയുടെയും ഹൃദയത്തിൽ യേശു വസിക്കുന്നു. ഈ റെക്കഗ്നിഷൻ, ഈ അവയർനെസ്, എന്റെ ജീവിതത്തിൽ കർത്താവുണ്ട്. ഓ ഞാൻ സങ്കടപ്പെടുമ്പോൾ, ഞാൻ നിരാശപ്പെടുമ്പോൾ, അതേസമയം ഞാൻ പാപം ചെയ്യുമ്പോൾ, ഞാൻ വേണ്ടാത്ത ചിന്തിക്കുമ്പോൾ, ഞാൻ വേണ്ടാത്ത അകൃത്യം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഓ വാശി പിണക്കും എന്റെ ജീവിതത്തിൽ വരുമ്പോൾ, ഓ പ്രതികാരം എന്റെ ജീവിതത്തിൽ വരുമ്പോൾ ഓർക്കണം, കർത്താവ് കൂട്ടോട്ട് കേട്ടോ. ഈ അവയർനെസ് നമ്മെ വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കും. ഒരു വലിയൊരു വിശുദ്ധീയം നയിക്കാനായിട്ട് ഒറ്റ അവയർനെസ് മതി, ഒരൊറ്റ റെക്കഗ്നിഷൻ മതി. കർത്താവ് കൂടെ ഉണ്ട് കേട്ടോ. അവരൊരിക്കലും വിട്ടുപോകുന്നവനല്ല. മറിയോട് അടുത്ത വാക്യം എന്താണെന്നറിയാമോ? 1-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം, ഭയപ്പെടേണ്ട. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം ഭയപ്പെടുന്നവരായില്ലേ? നാളെ ഓർത്ത് ഭയം, കുഞ്ഞുങ്ങളെ ഓർത്ത് ഭയം, അവരുടെ പഠിത്തത്തെ ഓർത്ത് ഭയം, അവരുടെ വിവാദത്തെ ഓർത്ത് ഭയം, എന്തിനെല്ലാം ഓർത്ത് നാം ഭയപ്പെട്ട് ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ വിശുദ്ധാത്മാവുടെ ഹൃദയത്തിൽ മന്ത്രിക്കുന്ന വാക്യം എന്താണെന്നറിയാമോ? Don't be afraid. ദൈവം ഏതെല്ലാം സമയത്ത് മനുഷ്യനെ സന്ദർശിച്ചിട്ടുണ്ടോ, ആദ്യം പറയുന്ന വാക്ക് എന്താണെന്നറിയാമോ? Not be afraid. ക്രിസ്മസിന്റെ സന്ദേശമല്ല, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ കർത്താവിന്റെ സാമീപ്യവും സാന്നിധ്യവും നമ്മുടെ കൊച്ചു ജീവിതങ്ങളിൽ ഒന്ന് തൊട്ടറിയാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതുപോലെ 1-ാമത്തെ വാക്യത്തിന്റെ അവസാനം, യു ഹാവ് ഫൗണ്ട് ഫേവർ വിത്ത് ഗോഡ്. ഓ നിനക്ക് യഹോവയുടെ പ്രസാദം ലഭിച്ചിരിക്കുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ ആഗ്രഹം മറ്റുള്ളവരുടെ പ്രസാദം വേണം, നമ്മുടെ ഓഫീസിൽ നമുക്ക് പ്രസാദം വേണം, നമ്മുടെ ഭവനത്തിൽ നമുക്ക് പ്രസാദം വേണം, എന്തിന്റെ മുമ്പിൽ എനിക്ക് ഫേവർ വേണം. പക്ഷേ ആരുടെ മുമ്പിൽ ചിലപ്പോൾ ഫേവർ കിട്ടിയില്ലെന്നിരിക്കും. ഒരു വ്യക്തിയുടെ മുമ്പിൽ ഫേവർ ഉണ്ടെങ്കിൽ എല്ലാം ലഭിക്കും. ഏതെന്നറിയാമോ? ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്ക് പ്രസാദം ഉണ്ടെങ്കിൽ. അതാണ് നമ്മുടെ ടെസ്റ്റിംഗ് ഡോസ്. ഇന്ന് എന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന് മഹത്വം കരുതുന്നായിരുന്നു. എന്റെ നാവിൽ നിന്ന് വാക്കുകൾ ഈ ദൈവത്തിന് മഹത്വം കരുതുന്നായിരുന്നു. ഇതിന്റെ പ്രവൃത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുന്നായിരുന്നു. ഓ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. യു ഹാവ് ഫൗണ്ട് ഫേവർ വിത്ത് ഗോഡ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവം അതാണ്, ഫേവർ വിത്ത് ഗോഡ്. നമ്മുടെ ജീവിതത്തിൽ എന്റെ നിങ്ങളുടെ ജീവൻ ദൈവത്തിന് പ്രസാദമുള്ള ജീവിതമായിരിക്കണം. എന്റെ ദൈവത്തിന്റെ വിധത്തിൽ ചേരാത്തത് എനിക്ക് വേണ്ട. എന്റെ വിധത്തിൽ എന്റെ ദൈവത്തിന് അപമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്റെ ജീവിതത്തിൽ വേണ്ട. ആ സമ്പാദ്യം എനിക്ക് വേണ്ട, ആ നന്മ എനിക്ക് വേണ്ട. Our life should make him proud. എന്നെ ഓർക്കുമ്പോൾ ദൈവത്തിന് അഭിമാനം തോന്നണം. അതാണ് നമ്മുടെ ജീവിതം. അങ്ങനെ നമ്മുടെ ജീവിതമായിരിക്കണം. അപ്പോൾ 34-ാമത്തെ വാക്യത്തിൽ മറിദൂതനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? പുരുഷനെ അറിയാതെ എങ്ങനെ സംഭവിക്കും? How will this be? എങ്ങനെയാണ് ക്രിസ്തു ഗുരുവാകുന്നത്? പുരുഷനെ അറിയാതെ എങ്ങനെ സംഭവിക്കും? ഇന്നും ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ചോദ്യമാണ്. അത് നമ്മളെ കാണുമ്പോൾ എല്ലാവരെയും പോലെ ഇരിക്കുന്നു, യാതൊരു വ്യത്യാസവുമില്ല. പക്ഷെ നമ്മൾ പറയുന്നു ക്രിസ്തുവിൽ ജീവിക്കുന്നത്, നമ്മൾ പറയുന്നു ക്രിസ്തുവിന്റെ ഹൃദയത്തിലുള്ളത്. ആർക്കും മനസ്സിലാവുന്നില്ല. മറുപടി ഈ ചോദ്യത്തിന് ദൂതൻ കൊടുത്ത മറുപടി എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ വിളിക്കപ്പെടും.
യേശുവിനെ ഉള്ളത്തിൽ കൈക്കൊള്ളുന്നവരെല്ലാം ദൈവമക്കളാണ്. 1 Corinthians 3-ാമത്തെ വാക്യം എത്ര വായിച്ചാലും അതിന്റെ അർത്ഥം ഗ്രഹിക്കാനായിട്ട് അർത്ഥവ്യാപ്തി അത്രയ്ക്കുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഒന്ന് ആലോചിച്ചു നോക്കി. അങ്ങ് വിദൂരതയിലിരിക്കുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. അതിവിശ്വസ്ഥലത്ത് ഒരിക്കലും മനുഷ്യനെ കടക്കാനായിട്ട് സാധ്യമല്ല. സാധാരണ ഒരു മനുഷ്യൻ അങ്ങോട്ട് പോകാൻ പോലും പറ്റത്തില്ല. അതിന് മുമ്പിൽ ചെന്ന് ആരെങ്കിലും അബദ്ധത്തിൽ കയറിയാൽ അവൻ വാസ്തവമായിട്ട് തീരും. ഈ ദൈവം ഇന്ന് അതിവിശ്വസ്ഥലത്ത് വസിച്ച ആ ദൈവം ഇന്ന് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലാണ് വസിക്കുന്നത്. നാം നമ്മെ തന്നെ ദൈവത്തിന്റെ മുൻപിൽ പുറക്കണം. നമ്മുടെ കുഞ്ഞുങ്ങള് ഇവിടുന്ന് ഇത് മനസ്സിലാക്കിക്കൊണ്ടുകൊണ്ട് ഇവിടുന്ന് നാട്ടിലേക്ക് പോകാനായിട്ട് അശുദ്ധ നിറഞ്ഞ ഒരു ലോകത്തിന് മ്ലേച്ഛ നിറഞ്ഞൊരു ലോകത്തിലേക്കാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വിടാനായിട്ട് പോകുന്നത്. ഇവിടെ മാക്സിമം ഒരു 12ാം ക്ലാസ് വരെ പഠിപ്പിക്കാൻ പറ്റുമായിരിക്കും. അത് കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നത്? ദുഷ്ടത നിറഞ്ഞ ഒരു ലോകത്തിലേക്ക് അവർ പോകുമ്പോൾ അവർ വിശുദ്ധി കാത്ത് സൂക്ഷിക്കണമെങ്കിൽ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ ശബ്ദം ഉണ്ടാകണം. ഏതാണെന്നറിയാമോ? ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും എന്റെ സാക്ഷികളാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെ മാത്രമേ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ ഉരുവാകത്തുള്ളൂ. ക്രിസ്തു ഉരുവാകൂളം പ്രസവനപ്പെടുന്നതായ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ പൗലോസ് പറയും. പൗലോസിന്റെ സുവിശേഷം നമ്മോട് ചോദിക്കുകയാണ്, do we have this man? ഈ ക്രിസ്തു ഉരുവാകത്തക്കവണ്ണം ദൈവം നമ്മെ ഓരോരുത്തരെയും ആഗ്രഹിക്കുന്ന സുവിശേഷങ്ങളായിട്ട് ഈ പഠനത്തിൽ കടന്നു വന്നത് ഇവിടുന്ന് കടന്നു പോകുന്ന സുവിശേഷങ്ങളായിട്ട് വേണം. ജോയിയുടെ അനുഭവ സാക്ഷ്യം പറഞ്ഞല്ലോ. ജോയി ആദ്യമായിട്ട് പ്രസംഗിക്കാനായിട്ട് നിർദ്ദേശിച്ച ഒരു വ്യക്തി ഞാനാണ്. എനിക്കതിൽ സന്തോഷമുണ്ട്. ഞാൻ ഈ കൂട്ടായ്മയിൽ അനേകം ദൈവത്തിന്റെ വചനവുമായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അനേകരെ കരപ്പിടിച്ച് ഉയർത്താനായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് കടന്നു പോകുന്നത് അദൃശ്യദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുന്ന വിശ്വാസത്തായിരിക്കണം. അനേകരെ കർത്താവിലേക്ക് വലിച്ചടിപ്പിക്കാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. ദൈവത്തിന്റെ വചനത്തിലെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാനായിട്ട് നമുക്ക് കഴിയണം. ക്രിസ്മസിന്റെ സന്ദേശം വാസ്തവത്തിൽ ക്രിസ്തു നമ്മിൽ ഗുരുവാകുമ്പോൾ നാം പുത്രത്വം പ്രാപിക്കുന്നു, നാം വിശുദ്ധ പ്രതിയായിത്തീരുന്നു. ദൈവത്തെ അപ്പാ പിതാവ് എന്ന് വിളിക്കുവാൻ നമുക്ക് ഭാഗ്യമുണ്ടാകും. എബ്രായ ലേഖനകാരൻ പറയുന്നത് സകലത്തിനാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്നു. ലോകക്കാർക്ക് മനസ്സിലാകത്തില്ല, മറ്റുള്ളവർക്ക് നമ്മളെ കണ്ടാൽ മനസ്സിലാകത്തില്ല. നാം ഒക്കെ ഈ തേജസ്സിലേക്ക് നടത്തപ്പെടുന്നവരാണ്. കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിലുണ്ട്, നമ്മുടെ ജീവിതങ്ങളിലുണ്ട്. നമ്മുടെ പോരാട്ടങ്ങളിലും നമ്മെ വിട്ടുമാറത്തില്ല. അവൻ ഒരിക്കലും മാറുന്നവനല്ല, അവൻ മറക്കുന്നവനല്ല. നമ്മൾ പാടിയല്ലോ, ഒരിക്കലും കൈവിടത്തില്ല, ഒരിക്കലും അവൻ നമ്മളെ വിട്ടുമാറത്തില്ല, അവൻ ഒരിക്കലും മറക്കത്തുമില്ല. ഈ കർത്താവിനെ വാസ്തവമായിട്ട് അവന്റെ വിശ്വസ്തതയ്ക്ക് നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് കഴിയണം. അപ്പൊ യേശുവിന്റെ ജനത്തിനായിട്ട് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ വിശുദ്ധ കന്യകമറിയത്തിന്റെ അനുഭവം എന്താണെന്നറിയാമോ? സമൂഹത്തിന്റെ നിന്നെ അവൾ ചുമന്നു. അനേകം നിന്ദിക്കപ്പെട്ട് കാണുമല്ലേ? പക്ഷേ എന്താ പറഞ്ഞത് 38ാമത്തെ വാക്യത്തില്? ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭാവിക്കട്ടെ. എന്തൊരു ധൈര്യമല്ലേ! ഒരു പാവപ്പെട്ട സ്ത്രീ, അധികം പ്രായം കാണത്തില്ല, എനിക്കറിയാം തോന്നുന്നു 18 or 19 വയസ്സ് കാണുമായിരിക്കും. ദൈവഹിതം നമ്മിൽ നിറവേറാനായിട്ട് ദൈവത്തിന്റെ കരങ്ങളിൽ നാം പൂർണ്ണമായിട്ട് സമർപ്പിച്ച് കഴിയുമ്പോൾ എന്തൊരു ധൈര്യമാണെന്നറിയാമോ? ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭാവിക്കട്ടെ. എന്നെ നാട്ടുകാരൻ ചീത്ത വിളിച്ചു കാണും, എന്നെ പറ്റി കുശുകുശി പറഞ്ഞു കാണും, എന്നെ പറ്റി രഹസ്യം പറഞ്ഞ് നടക്കാനായിരിക്കും പോകുന്നത്, നിന്ദിക്കപ്പെടാനാ പോകുന്നത്. പക്ഷെ ഒന്നറിയാം, എന്റെ ഉള്ളിൽ കർത്താവ് ജീവിച്ചിരിക്കും. നമുക്ക് പറയാൻ കഴിയണം, ലോർഡ് യൂസ് മീ ഫോർ യുവർ ഗ്ലോറി. കർത്താവേ, നിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഈ ഇടയവനെ ഉപയോഗിക്കുമാറാകണമേ. എന്റെ ഉള്ള കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ സന്തോഷിക്കുന്നു. സമ്മതിച്ചു കൊടുക്കണമല്ലേ പറയും, സമ്മതിച്ചു കൊടുക്കണം കന്യാമറിയത്തെ. ഇന്ന് നമുക്ക് അനേക കാര്യങ്ങൾ അറിയാം. സാക്ഷികളെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. നമുക്ക് വളരെ നോക്കാനുണ്ട്. നമുക്ക് അബ്രഹാമിനെ നോക്കാനുണ്ട്. കോടാനുകൂടി ദൈവമക്കൾ കടന്നുപോയി, അവരെയൊക്കെ നമുക്ക് നോക്കാനുണ്ട്. എന്നാൽ മറിയത്തിന് ആരെ നോക്കാനുണ്ടായിരുന്നത്? ആരെ നോക്കാനുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ മുമ്പിൽ നമ്മളെ ഓർപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? ഇതാ നാമും മറിയെ പോലെ, വിശുദ്ധ കന്യാമറിയത്തെ പോലെ കർത്താവിനെ സ്വീകരിക്കാനായിട്ട് നാം നമ്മെ തന്നെ ഒരുക്കുന്നു.
ഒരുപക്ഷെ ജീവിതത്തിൽ നിന്ന് സഹിക്കേണ്ടി വരും, നഷ്ടം സഹിക്കേണ്ടി വരും. പക്ഷെ ഒന്നുണ്ട്, നമ്മുടെ ഹൃദയം സന്തോഷിക്കുന്നു, എൻ്റെ ഉള്ള കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവിന്റെ രക്ഷിതാവായ ദൈവത്തിൽ സന്തോഷിക്കുന്നു. ഒരു യഥാർത്ഥ ദൈവത്തിന്റെ ജീവിതം ഇങ്ങനെയാണ്. സ്തോത്രങ്ങളെ കൊണ്ട്, സ്തുതികളെ കൊണ്ട്, ആത്മീയതകളെ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ പറയണം. നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ ഒന്ന് മാറണം. നമ്മൾ 2012 അവസാന നാളുകളിലേക്ക് വന്നിരിക്കുന്നു. ക്രിസ്മസ് എന്ന് പറയുന്നത് കർത്താവിന്റെ ജനത്തെ മാത്രം ഓർക്കാൻ വേണ്ടിയുള്ളതല്ല. പ്രത്യേകിച്ച് ഒരു വർഷത്തിന്റെ അവസാനം നമ്മെ തന്നെ ഒരുക്കണം. എന്തിനു വേണ്ടി? ഒരു പുതിയ വർഷത്തിന് വേണ്ടി, ഒരു പുതിയ തീരുമാനത്തിന് വേണ്ടി. കർത്താവെ, ഇത്രയും നാളെ ജീവിച്ചത് പോലെയല്ല കർത്താവെ, ഒരു വ്യത്യസ്ത അനുഭവം എനിക്ക് തരുമാറാകണമേ. നിന്നെ ഒന്ന് വിളിച്ചറിയുന്ന ഒരു അനുഭവം എനിക്ക് തരുമാറാകണമേ. ഓരോ ദിവസവും കർത്താവെ, നിന്നെ ഒന്ന് സ്പർശിച്ചുകൊണ്ട്, നിന്നോടൊന്ന് സംസാരിച്ചുകൊണ്ട്, നിന്നുമായിട്ട് ചേർന്ന് നടക്കാൻ എന്നെ ഒന്ന് പഠിപ്പിക്കുമാറാകണമേ. ജീവിതം വ്യത്യസ്തമാകട്ടെ. നമ്മുടെ ചിന്തകൾ പലപ്പോഴും നമ്മൾ ഭാരപ്പെടുമ്പോൾ സമാധാനമില്ലാതെ പലർക്കും ഉറങ്ങാൻ കഴിയുന്നില്ല. പ്രശ്നങ്ങൾ അത്രമാത്രമുണ്ട്. ജോലിയിലെ പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെ നീറുന്നതായ സമയത്ത് ശാന്തമായിട്ടുള്ള ഹൃദയങ്ങളിൽ കർത്താവ് സംസാരിക്കും. ഞാൻ ഇമ്മാനുവേൽ കേട്ടു. കർത്താവ് നമ്മോട് കൂടി. അതിനാണ് കർത്താവ് ലോകത്തിലേക്ക് കടന്നു വന്നത്. വചനം ജഡമായി തീർന്നു, കൃപയിൽ സത്യം നിറഞ്ഞവനായിട്ട് നമ്മുടെ ഇടയിൽ ആർത്തു. ഞങ്ങൾ അതിന്റെ തേജസ് കണ്ടു. ഈ കർത്താവിന്റെ തേജസ് നമ്മൾ ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിട്ടുമാറാൻ കഴിയത്തില്ല. യോഹന്നാൻ അതാ പറഞ്ഞ, ഞങ്ങൾ കണ്ടു. വർഷങ്ങൾക്ക് ശേഷമായി യോഹന്നാൻ എഴുതുന്നത്. AD 30 യോഹന്നാൻ ഇത് കണ്ടത്. എഴുതുന്നത് AD 96 എഴുതുന്നത്. ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു. 66 വർഷം കഴിഞ്ഞിട്ടും ആ തേജസ് നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ ജീവിതവും. ഈ കർത്താവിനെ വാസ്തവമായിട്ട് അറിയുവാൻ ഈ ക്രിസ്മസിന്റെ സമയം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ക്രിസ്മസ് നമുക്ക് തരുന്ന ദൂത് എന്താണെന്ന് അറിയാമോ? അതായത് ഇന്ന് ക്രിസ്മസ് എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷിക്കുകയാണ്, ഇന്റർനെറ്റ് നോക്കുകയാണെങ്കിൽ ബിസിനസ്സാണ് ക്രിസ്മസ്. പലർക്കും ബിസിനസ് ആയിക്കോട്ടെ, പലർക്കും മെറി മേക്കിംഗ് ആയിക്കോട്ടെ ക്രിസ്മസ്. പലർക്കും ക്രിസ്മസ് മെറി ക്രിസ്മസ് ആയിട്ട് മാറുമ്പോൾ നമുക്കത് അങ്ങനെ വേണ്ട. അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്മസ് ആകട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് കേട്ടതായ ദൂതുകളൊക്കെ നമ്മെ ഓർപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ ക്രിസ്മസിന്റെ അർത്ഥം ആത്മീയമാണ്. അത് വാസ്തവമായിട്ടും ഹൃദയങ്ങളെ സ്പർശിക്കുന്നതായിരിക്കണം. നമ്മെ പറ്റിയുള്ള ദൈവത്തിന്റെ ഹിതം വാസ്തവമായിട്ട് രുചിച്ചറിയുവാൻ, അതിനെയൊന്ന് സ്പർശിച്ചറിയുവാൻ ഈ ക്രിസ്മസ് നമ്മെ സഹായിക്കുന്നെങ്കിൽ ഒരു മാറ്റപ്പെട്ട ജീവിതത്തിന് വേണ്ടി, ഒരു പുതുക്കപ്പെട്ട ജീവിതത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി മാറ്റിവെച്ച, അതിനുവേണ്ടി റിസർവ് ചെയ്ത, ഡിവോട്ട് ചെയ്ത ഒരു ജീവിതത്തിന് വേണ്ടിയാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. നമുക്ക് സ്വർഗ്ഗത്തിൽ ചെല്ലുന്ന ചോദിക്കും, എത്ര ക്രിസ്മസ് ആഘോഷിച്ചു? പറയും, ഞാൻ 60 ക്രിസ്മസ് ആഘോഷിച്ചു. ഏത് ക്രിസ്മസ് ആയിരുന്നു ഏറ്റവും നല്ലത്? നമുക്ക് പറയാൻ കഴിയണം, 2012 ക്രിസ്മസ് ആണ് മോസ്റ്റ് ബ്ലെസ്ഡ് ക്രിസ്മസ്. അത് അനുഭവിക്കാൻ തക്കവണ്ണം നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഒരുക്കാം. നസ്രത്തിൽ നിന്നും ജോസഫിനോടും കന്യവരത്തോട് ചേർന്ന് നമുക്ക് ആ ബേത്ലഹേമിലേക്ക് പോവാം. എന്താ സംഭവിച്ചത്? താമസിക്കാൻ സ്ഥലമില്ല. എന്താ ദൈവത്തിന് കർത്താവിന്റെ സ്വന്തം പുത്രന് വേണ്ടി ഒരു കൊട്ടാരം ഒരുക്കാൻ പറ്റില്ലായിരുന്നു? യുഗങ്ങൾക്ക് മുൻപേ എഴുതി വെച്ചതാണ് വചനം ജഡമായി തീരുമെന്നുള്ളത്. ലോകത്തിലെ കർത്താവ് യേശുക്രിസ്തു വരുമെന്നുള്ളത് ദൈവം പണ്ടേ പ്രസ്താവിച്ചതാ. എന്നാ പിന്നെ ഒരു കൊട്ടാരം അവന് വേണ്ടി ഒരുക്കാമായിരുന്നില്ലേ? തീർച്ചയായിട്ടും ഒരുക്കാമായിരുന്നു. അല്ലെങ്കിൽ അരമനയിൽ അവന് ജനിക്കാമായിരുന്നില്ലേ? ജനിക്കാമായിരുന്നു. ഒരു കോടാനുകൂടി ദൂതന്മാരെ ആ സ്ത്രീക്കൊക്കെ നേരം നിർത്താനായിട്ട് വിളിച്ച് ദൈവത്തിന് വിടാമായിരുന്നില്ലേ? ഒരു വാക്ക് കൽപ്പിച്ചാൽ പോരായിരുന്നോ? അവസാനം ഇവിടെ പോയി ഒരു മനുഷ്യന്റെയും മകനെ ഉപയോഗിച്ചില്ല. ഒരു മനുഷ്യന്റെയും ഒരു സാധനവും കർത്താവ് എടുത്തില്ല. പശുത്തൊട്ടിയിൽ ആർക്കും വേണ്ടാത്ത ഒരു മൂലയ്ക്കാണ് അവൻ ജനിച്ചത്. എന്താ ഇതിന്റെ അർത്ഥം? ദൈവം ഇത്ര ലാളിത്യം കാണിച്ചെങ്കിൽ, ദൈവം ഇത്ര ഹമ്പിളായി തീർന്നെങ്കിൽ നമ്മുടെ ജാട എവിടെയാണ്? ഈ ഈഗോ പലർക്കും താങ്ങാൻ പറ്റത്തില്ല. എന്താ ഈഗോ തന്നെയാണ്? ഓരോ വിഷയങ്ങളിലേക്ക് ഇടപെട്ട് നോക്കണം. ഭയങ്കരമാണ് സാറ്റിസ്ഫൈ ഈഗോ. വലിയ കഷ്ടം തന്നെയാണ്. ചെറിയൊരു കാര്യം മതി, ചെറിയൊരു പ്രൊവക്കേഷൻ മതി, നമ്മളൊക്കെ ഫ്ലെയറപ്പ് ചെയ്യും. എന്തിനാ സഹോദര? ആ ബേത്ലഹേമിലേക്ക് ഒന്ന് പോയാൽ മതി, കർത്താവ് ജനിച്ച സ്ഥലം ഒന്ന് കണ്ടാൽ മതി. ഇതാ സ്വർഗത്തിലെ ദൈവം, ജനനായ ദൈവം, ലോകത്തിലെ ഏറ്റവും മഹത്വമേറിയ ജന്മം മനുഷ്യൻ ഓർക്കത്തക്കവണ്ണം ആർഭാടമായി ചെയ്യാൻ കഴിവുള്ള ദൈവം എവിടെയാ ജനിപ്പാനായി സ്ഥലം തിരഞ്ഞെടുത്തത്? ലാളിത്യം. നാം ഹമ്പിളാകണം, നാം വിനയപ്പെടണം. നമ്മുടെ ഈഗോയിൽ, നമ്മുടെ ചാടിനോട്ട് ഒന്ന് കാത്തു വെക്കണം. കർത്താവെ ഭൂമിയോളം താഴ്വാൻ, വിനയപ്പെടുവാൻ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് നമുക്കൊന്ന് പറയാൻ കഴിയും. ഓ കർത്താവെ, വാസ്തവമായിട്ട് ഞാനന്ന് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അയ്യോ ബേത്ലഹേമിൽ എന്റെ ഭവനം ഉണ്ടായിരുന്നെങ്കിൽ, കർത്താവെ നീ അവിടെ പ്രവേശിക്കാനായിട്ട് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാമായിരുന്നു. കർത്താവ് നമ്മളോട് പറയുന്നത് അറിയാമോ? ഈ പാവപ്പെട്ടവരൊക്കെ ഞാനുണ്ട്. ഈ ചെറിയവർ ചെയ്തതൊക്കെ എനിക്കാ ചെയ്യുന്നത്. നമ്മുടെ വലിയ ദൂതെന്താണെന്നറിയാമോ?
പാവത്തെ സഹായിക്കാനായിട്ട് കൈ തുറന്ന് സഹായിക്കണം. ദൈവം നമ്മെ ധാരാളമായിട്ട് ഈ പട്ടണത്തിൽ കൊണ്ടുവന്ന് അനുഗ്രഹിച്ചു. നമ്മുടെ വന്ന് ധാരാളം പണം നമ്മൾ ഉണ്ടാക്കി. ഒരു പക്ഷെ നമുക്കൊന്നും ആവശ്യം ഉണ്ടാവില്ല. നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും അത് ഉപയോഗിക്കാനേ പോകുന്നില്ലായിരിക്കാം. പക്ഷെ സഹായിക്കാനായിട്ട് കൈ തുറന്ന് സഹായിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കണം. ഈ കുഞ്ഞുങ്ങൾ വന്നിട്ടതായി ഉൾപ്പെടുമ്പോൾ എന്നാ വരണമെന്നറിയാം. നമുക്ക് യാതൊരു മടിയുമില്ല ചെലവാക്കാനായിട്ട് ചെലവാക്കിക്കും. പക്ഷെ അത്രയും വാങ്ങുമ്പോൾ വേറൊരു കുറവ് വാങ്ങിച്ചു വെച്ച് നാട്ടിൽ പോയി ഇല്ലാത്ത കുഞ്ഞിന് കൊടുക്കാനായിട്ട് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നുള്ള സത്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. കൊടുത്താറുണ്ട് കൊല്ലത്തും കിട്ടും. നമ്മൾ കൊടക്കാരില്ലല്ലോ ഇവിടെ. കൊടുത്താൽ ദൈവം തിരിച്ചു തരും. ദൈവത്തിന് കൊടുത്ത് പാപരായിട്ടുള്ള ഒരു മനുഷ്യൻ പോലും ലോകത്തിലില്ല. കൊടുക്കുന്നതിന്റെ അവിടെ അമർത്തി കുലുക്കി കവിഞ്ഞു പോകാത്ത ഒരളവ് നിന്റെ മടിയിൽ ദൈവത്തിന്. അപ്പോൾ ഈ ക്രിസ്മസ് നമ്മെ ഓർപ്പിക്കുന്ന ദൂതം ലാളിത്യത്തിന്റെ ദൂതാണ്. രണ്ട് സാധുക്കളെ മറക്കലെന്നുള്ള ദൂതാണ്. അതുപോലെ തന്നെ നമുക്ക് നോക്കാം, ഈ ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് വാസ്തവമായിട്ടും ദൈവം നമ്മെ ഒരുക്കുന്നു. ഇമ്മാനുവേൽ, ദൈവത്തിന്റെ സാന്നിധ്യം. ഞാൻ ആദ്യം മുതലേ പറയുന്ന വിഷയങ്ങളാണ്. നമുക്ക് ഒരു കാര്യം നമ്മൾ ഉറപ്പാക്കണം, ഈ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടാകും. ഈ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം. ദൈവം അശുദ്ധമുള്ളത് വസിക്കത്തില്ല കേട്ടോ. അശുദ്ധി അല്പം പോലുമുള്ള സ്ഥലത്ത് ദൈവം വസിക്കത്തില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിച്ച മതിയാകത്തുള്ളൂ. ദൈവത്തിന് ഹിതമില്ലാത്ത ഒന്നും എന്റെ ജീവിതത്തിന് വേണ്ട. കർത്താവേ, നീ എന്നെ വിട്ടു പോകുന്ന ഒരു കാര്യവും എന്റെ നാവിൽ നിന്ന് വരരുത്, ഹൃദയത്തിൽ വരരുത്. നമ്മെ തന്നെ വിശുദ്ധി ജീവിക്കാനായിട്ട് നമുക്ക് ഒരുക്കാം. കർത്താവ് യേശുക്രിസ്തു ഇമ്മാനുവേലാണ്. കർത്താവേ, എന്റെ ജീവിതത്തിലേക്ക് വരണമേ. കർത്താവേ, എന്റെ ഹൃദയത്തിൽ നീ സ്ഥാനം എടുക്കണമേ. നീ എന്ന് ഇമ്മാനുവേലായിട്ട് എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ. I am with you always, even to the end of the age എന്ന് പറഞ്ഞ കർത്താവേ, എന്നോട് കൂടെ ഇരിക്കുവാനാകണമേ. ശാന്തമായിട്ട് നമുക്ക് ആലോചിച്ച് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ചരിത്രത്തെ കർത്താവ് രണ്ടായിട്ട് മാറ്റി, AD എന്നും BC. ഇനി കർത്താവ് വരുന്ന ലോകത്തെ രണ്ടായിട്ട് മാറ്റാനായിട്ടാണ്. കർത്താവിനോട് ചേർന്ന് നടക്കുന്നവരും കർത്താവിനെ കൂടാതെ ഇരിക്കുന്നവരും. വിളിക്കപ്പെട്ടവർ അനേകം, തെരഞ്ഞെടുക്കപ്പെട്ടവരും കർത്താവ്. ഒന്ന് ആലോചിച്ച് നോക്കിയ കർത്താവ് രണ്ടാമത് വരുമ്പോൾ, അവൻ വാനമേഖലകളിൽ നമ്മെ ചേർക്കാനായിട്ട് വരുമ്പോൾ, പിറ്റേ ദിവസം രാവിലത്തെ പത്രം വായിക്കാൻ നമ്മളിവിടെ കാണരുത് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ന്യൂസ് കേൾക്കാനായിട്ട് ഈ ഭൂമിയിൽ ശേഷിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ ദിവസവും നമ്മൾ ഓർക്കണം. ഈസ് കമ്മിങ് ബാക്ക് ടു ഡിവൈഡ് ദി വേൾഡ്. ലോകത്തെ രണ്ടായിട്ട് മാറ്റുവാനായിട്ട് കർത്താവ് വീണ്ടും വരും. കർത്താവെ, ആ സമയത്ത് ആ രണ്ടാമത്തെ യഥാർത്ഥമായ ക്രിസ്മസിന് വേണ്ടി നമുക്കൊന്ന് വരിക. ഈ 2012 നമ്മളെ ഒരുക്കുന്ന വർഷമായി തീരട്ടെ. 2013 നാം പ്രവേശിക്കുമ്പോൾ കർത്താവെ, പുതിയ തീരുമാനത്തോടെ, ഒരു പുതുക്കത്തിന്റെ അനുഭവത്തോടു കൂടി കർത്താവ് വീണ്ടും വരുന്നതായ സമയത്ത് ആ ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് നമുക്ക് നമ്മെ തന്നെ ദൈവത്തിന്റെ കരുതട്ടെ. നമുക്ക് ഇന്നുവരെയും ഈ വലിയ രക്ഷയാരെങ്കിലും സ്വന്തമാക്കാതെ ഉണ്ടെങ്കിൽ ഈ 2012 നമ്മളുടെ ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് കടന്നു വന്ന ഈ സമയത്ത് ഒരു പുതിയ തീരുമാനത്തിനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. അവനെ റിസീവ് ചെയ്യുവാൻ തയ്യാറുള്ള ഏത് ഹൃദയത്തിലേക്കും കടന്നു വരാൻ അവൻ തയ്യാറാണ്. ഇതന്നെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും ഇവരെ ശബ്ദം കേട്ട് വാതിൽ തുറക്കുമെങ്കിൽ ഞാൻ അകത്ത് വന്ന് അവനോടും അവനോട് കൂടെ ആക്കാൻ കഴിയും. കർത്താവിനോട് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് പറയും. നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കാൻ അവൻ തയ്യാറാണ്. ഏത് അകൃത്യമുണ്ടെങ്കിലും സകലരെയും കഴുകി ഹിമം പോലെ വെളുപ്പിപ്പാതിന് കഴിയും. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ഈ കർത്താവ്. നമ്മൾ ഭയപ്പെടുന്ന പല കാര്യങ്ങളും അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. എന്റെ കയ്യിലെടുത്താൽ നീ എന്നിലേക്ക് എത്താം. പലപ്പോഴും ഷോർട്ടേജ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രതിപാദിതമായ സമയത്ത് ഞാൻ പറഞ്ഞു, 5000 പേർക്ക് ആഹാരം കൊടുക്കണം. ശിഷ്യന്മാര് വന്ന് നടന്ന് അന്വേഷിക്കുക, എവിടെയാണ് ആഹാരം? അവസാനം 5 അപ്പോൾ 2 മീനും കൊണ്ടെന്നിട്ട് പറയുക, ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. മതി, ഇങ്ങോട്ടെത്താം. നമ്മുടെ ജീവിതം അങ്ങോട്ട് കൊടുത്താൽ ദൈവത്തിനെ വാർത്തിപ്പിക്കും. പക്ഷെ വാർത്തിപ്പിക്കുന്നതിന് മുമ്പ് നുറുക്കം എന്നുള്ളത് മറക്കരുത് കേട്ടോ. നുറുങ്ങാനും തയ്യാറായിക്കണം. ദൈവസന്നിധിയിൽ തകരുവാൻ തയ്യാറാക്കണം. മനുഷ്യരുടെ മുമ്പിൽ തകരരുത് കേട്ടോ. മനുഷ്യരുടെ മുമ്പിൽ ഒരിക്കലും അനുഭവിക്കരുത്. പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ തകരാൻ തയ്യാറാണെങ്കിൽ അവൻ വർദ്ധിപ്പിക്കാനും തയ്യാറാണ്. നമ്മുടെ സകല കർത്താവേ, പ്രയാസമാണ്, എനിക്ക് അവിടെ ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് അവിടെ ഞെരുക്കമുണ്ട്, ഇങ്ങോട്ട് കൊണ്ടു അതിന്റെ ഞെരുക്കങ്ങളെ ഞാനതിനെ വിശാലമാക്കാം. നമ്മെ സഹായിക്കുവാൻ അവൻ സന്നദ്ധനാണ്. കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് നമ്മെ അനുഗ്രഹിക്കാനായിട്ട്. അവൻ അനുഗ്രഹിക്കാനായിട്ടാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. വാസ്തവമായിട്ട് ഈ അനുഗ്രഹത്തെ ഉൾക്കൊള്ളുവാൻ ഈ ക്രിസ്മസ് നമ്മെ ഓരോരുത്തരെയും അതിനകത്ത് ഒരു പുതിയ തീരുമാനത്തോടുകൂടി ഈ പുതുവർഷത്തിലേക്ക് കടക്കുവാൻ തക്കണം.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്മസ് പുതുവത്സരവും ദൈവം നമുക്ക് നൽകുന്നു.